പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കൂടി മലയാളികളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ നമ്മുടെ ശ്രമത്തിന്റെ യാത്രയാണ് കൈകോർക്കാൻ മില്യൻ മലയാളി ക്ലബ്ബ്. മില്യൻ മലയാളി ക്ലബിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ജൻസി. ചെറുപ്പക്കാരൊക്കെ ആവേശത്തോടെയാണ് മുന്നോട്ട് വരുന്നത്. ചെറുപ്പക്കാരികളും സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളെയും ഒരേ കുടക്കീഴിൽ ചേർത്ത് പിടിക്കുന്ന MMC ആപ്പ് നാടിൻ്റെ അനിവാര്യത എന്നാണ് നമ്മുടെ യുവതലമുറയ്ക്ക് പറയാനുള്ളത്. MMC ആപ്പിൻ്റെ ഭാഗമായിരിക്കുകയാണ് കോഴിക്കോട് മലാപ്പറമ്പ് പോളിടെക്നിക് വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ. ലോകമെമ്പാടുമുള്ള നിരവധി മലയാളികൾ ഇതിനോടകം തന്നെ നമ്മുടെ 24ൻ്റെ മില്യൻ മലയാളി ക്ലബിൻ്റെ ഭാഗമായി കഴിഞ്ഞവരാണ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലാപ്പറമ്പിലെ വനിതാ പോളിടെക്നിക് കോളേജിലാണ്. ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ MMC ആപ്പിൻ്റെ ഭാഗമാകുകയാണ് എന്ന സന്തോഷം കൂടി ഞാനിപ്പോൾ പങ്കുവെക്കുകയാണ്. കൗതുകത്തോടെയാണ് പുതിയ ആശയത്തെ അവർ കേട്ടത്. ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന കൂട്ടായ്മയായ മില്യൻ മലയാളി ക്ലബ്ബ് നാടിന്റെ അനിവാര്യതയാണെന്ന് പ്രതികരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഓരോരുത്തരും MMC ആപ്പിന്റെ ഭാഗമായത്. 24 ന്യൂസ് ചാനൽ ഇറക്കിയ MMC ആപ്പിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വുമൻസിന് എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ വഴി നമുക്ക് സഹായം ഉണ്ടാവും. കോളേജ് HODയുടെ അനുമതിയോടെയാണ് കോഴിക്കോട് മലാപ്പറമ്പ് പോളിടെക്നിക് വനിതാ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും മില്യൻ മലയാളി ക്ലബിന്റെ ഭാഗമാകുന്നത്. എവിടെയാണോ പ്രതിസന്ധി നേരിടുന്ന മലയാളിയുള്ളത് അവിടെത്തും അന്നാട്ടിലെ MMC എന്നത് തന്നെയാണ് ആപ്പിന്റെ ഭാഗമാകാനുള്ള കാരണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം. ഇത്രയും കാലം വന്നതിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതിലൊക്കെ ചാറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളതിനു. ബട്ട് ഇതിൽ നമുക്ക് ഒരു ഹെൽപ്പ് ആണെങ്കിൽ പറയും മലയാളി എവിടെ ഉണ്ടാവുമല്ലോ, നമ്മൾ എവിടെ പെട്ടുപോയാലൊക്കെ ഇതൊരു ഉപകാരമായി തോന്നിയിട്ടുണ്ട്. 24 MMC ആപ്പിൽ ഒരു പങ്കാളിയായി ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.